ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചീസി എഗ് പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് മാക്കറോണി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മാക്കറോണി വാങ്ങിച്ച പാക്കറ്റിൽ ഉണ്ടായിരുന്ന മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതിന് പകരം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. എരി ആവശ്യമുള്ളവർക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി ഐറ്റംസിൻ്റെയൊക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അധികം കുക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിനെ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഇതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന മാക്കറോണി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഒറിഗാനോയും ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ പാസ്തയുടെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കേണ്ടത്. ഞാൻ 2 സ്ലൈസ് ചീസാണ് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇനി അടപ്പ് തുറന്ന് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചീസി എഗ് പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.